ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, 6-ാം തീയതിയിൽ 28 സബ്സ്ക്രൈബേഴ്സ് എന്നിടത്ത് നിന്നും ഇപ്പോൾ 55 സബ്സ്ക്രൈബേഴ്സിൽ വന്ന് നിൽക്കുവാണ്. ഒരാളും കൂടെ വന്നാൽ ഇരട്ടി മെമ്പേഴ്സാകും. അപ്പോൾ ഈ ചാനലിൽ തുടക്കം തൊട്ട് എൻ്റെ കൂടെയുള്ള സബ്സ്ക്രൈബേഴ്സിനും പുതിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സെലിനാണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. ഓക്കെ, സെലിൻ മാം, ഐ എം താങ്ക്ഫുൾ ടു ഹെർ ഓൾസോ. ഇപ്പോൾ എല്ലാവരും കുറച്ച് കമൻസൊക്കെ ഇടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണുന്നുണ്ട്. എല്ലാവരോടും എല്ലാറ്റിനും ലൈക്കിനും കമൻറ്റിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാൻ കരുതുന്നു ഈ വീഡിയോ മുതൽ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യാമെന്ന്. ഓക്കെ, നിങ്ങളത് റിസീവ് ചെയ്യാൻ തയ്യാറാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, എൻ്റെ ത്രോട്ട് ചക്ര ഇച്ചിരി പ്രശ്നമാണ്. എനിക്ക് സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സോൾ മെമ്പേഴ്സിനും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, DFസിനും DMനും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോൾ ഏത് തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിലാണെങ്കിലും ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടൊക്കെയും മാറി പൂർണ്ണ ആരോഗ്യവതികളും ആരോഗ്യവാന്മാരുമായി മാറട്ടെ എന്ന് ഞാൻ ശിവശക്തിയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ ഇഷ്ടദൈവം ഏതായാലും അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ജേണിയിൽ എന്ത് സാഹചര്യം വന്നാലും ഡിവൈൻ്റെ സപ്പോർട്ടോടുകൂടി ഗൈഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എനിക്ക് റിസീവ് ആകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ന്യൂ മൂണൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ചധികം ഇമോഷണലായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരാനായിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സൂത്തിങ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഒന്നല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിലും. അപ്പോൾ അവിടെയും ഞാൻ ഇത്രയും ശാന്തമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭഗവാൻ എനിക്ക് നൽകുന്ന ആദിശക്തി അമ്മ നൽകുന്ന അനുഗ്രഹമാണ്, പ്രൊട്ടക്ഷനാണ്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്, എൻ്റെ മെൻറ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരോടും, എല്ലാ ഡിവൈൻ പവേഴ്സിനോടും നിങ്ങളോടും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ബ്ലെസ്സിങ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ജേണിയിൽ എനിക്കൊരു റിട്ടേൺ എനർജി നിങ്ങളിൽ നിന്ന് ആവശ്യമാണ്. അപ്പോൾ ഒരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എനർജി ഞാൻ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊരു റിട്ടേൺ എനർജി ആവശ്യപ്പെടാണ്. ദയവായി നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, ഗ്രാറ്റിറ്റ്യൂഡ് സെൻഡ് ചെയ്താലും ഞാനെന്ന സോളിന്, നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഞാനെന്ന സോളിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ബ്ലെസ്സിങ്സും ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾ സെൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കരുതുന്നു. ഐ ആം വെരി താങ്ക്ഫുൾ ടു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ 3rd ഡേ ചലഞ്ചിലേക്ക് കിടക്കാം. നിങ്ങൾ 2 ഡേയിലെ കാര്യവും ഓർമ്മയുണ്ടല്ലോ. തേയില, ചായ അതൊക്കെ ഒഴിവാക്കുക. അത് പാലുൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നാച്ചുറൽ ടീ ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ദിവസം പറയാനുള്ളത്, നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, രാവിലെ ഒരു 8 to 9 മണിക്കിടയിൽ കാപ്പി കുടിക്കുക. ഉച്ചയ്ക്ക് ഒരു 1 to 2 ഉച്ചഭക്ഷണം. വൈകിട്ടൊരു 4 to 5 4 മണി ഒരു പലഹാരമല്ല, ഒരു എന്തെങ്കിലും ഒരു ഐറ്റം. 8 to 9 രാത്രി ഭക്ഷണം. ഈ 4 മണിക്കുള്ള സ്നാക്ക് ഐറ്റം അത് അത്യാവശ്യമാണ്.
സ്നാക്ക് ഐറ്റം എന്ന് പറയുന്നതെന്ന് കരുതി പൊരിച്ചതും വറുത്തതല്ല കേട്ടോ, അത് ഞാൻ പറയാം. ആദ്യം രാവിലെ കാപ്പി വീട്ടിലുണ്ടാക്കുന്നൊരു ഭക്ഷണം തന്നെ കഴിക്കുക. പാക്കറ്റ് ഫുഡ്സ്, ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുക. വീട്ടിൽ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക. ഓക്കെ. അതുപോലെ ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്നും എടുക്കുന്ന ചോറിൻ്റെ പകുതി ചോറെടുക്കുക. ബാക്കി പകുതി നിങ്ങൾ കറി വെജിറ്റബിൾസ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. നോൺ വെജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പതിയെ കുറയ്ക്കുക. നിങ്ങൾ മീറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മീറ്റിൽ നിന്ന് ഫിഷിലേക്ക് വരിക. ഓക്കെ, ഫിഷ് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഫിഷ് കുറേശ്ശെ കുറച്ച് കൊണ്ടുവരിക. നോൺ വെജ് ഈ ജേണിക്ക് വെജിറ്റേറിയൻ ആയിട്ടിരിക്കേണ്ടത് ജേണിക്ക് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു ബോഡി, നമ്മുടെ സോളും ഒക്കെ പ്യൂരിഫൈ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിക്കാനെടുക്കുന്ന ഭക്ഷണം എന്നും എടുക്കുന്നേക്കാളും പകുതി ചോറെടുക്കുക. ബാക്കി പകുതി നിങ്ങൾ കറികൾ കൊണ്ട് ഫില്ല് ചെയ്യുക. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വയ്ക്കുക പച്ചക്കറികൾ. പിന്നെ മസ്റ്റായിട്ട് നിങ്ങളൊരു സാലഡ് പറ്റുമെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു സാലഡ്, ഇച്ചിരി വെള്ളരിക്കയോ ക്യാരറ്റോ ഒരു ഉള്ളിയോ ഒരു പച്ചമുളകോ ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സാലഡ് ഉണ്ടാക്കി അതും കൂടിയായിട്ട് കഴിക്കുക. ഓക്കെ, പകുതി അളവ് ചോറും പകുതി അളവ് നമ്മുടെ വെജിറ്റബിൾസും ആയിരിക്കണം. അതാകുമ്പോൾ അതുമല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് വയറിനൊന്ന് കുറച്ചൊരു ഇടം ഗ്യാപ്പിട്ടിരിക്കുക. നിറയെ കഴിക്കരുത്. ഓക്കെ, നിറയെ കഴിച്ചാൽ നമുക്ക് ഉറക്കം വരും. അതുപോലെ ഇങ്ങനെ കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് കൂടുതലാകുമ്പോൾ പെട്ടെന്ന് ദഹനം നടക്കും, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, ഉറക്കം വരത്തില്ല. അല്ലാതെ ഒരുപാട് ചോറും കുറച്ച് കറികളൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലല്ലേ, ഉറക്കം വരും. ഉറക്കം പാടില്ല. ഓക്കെ. പിന്നെ വൈകിട്ട് ഒരു 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞ് പിന്നെ 8 മണി വരെ 6 മണിക്കൂർ നിങ്ങൾ വിശന്നിരിക്കും ഇരുന്നാൽ അത് നമ്മുടെ വയറിന് ദോഷം തന്നെയാണ്. നമ്മുടെ വയറ്റിൽ ഈ ഫുഡ് ദഹിപ്പിക്കാനുള്ള ആസിഡ്സൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് വയറ്റിലെത്തിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കുടൽ ഭിത്തികളെ അത് ദഹിപ്പിക്കും. അതാണ് അൾസർ എന്ന് പറയുന്നത്, ഓരോ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 4 നേരവും ഫുഡ് കഴിക്കുക. ഒരുപാടങ്ങ് കഴിക്കാണ്ട് കഴിക്കുന്ന ഫുഡ് നല്ല ക്വാളിറ്റി ഫുഡ് നല്ല രീതിയിൽ കഴിക്കുക. ഒരുപാട് ഫുഡൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എല്ലാം പതിയെ കുറച്ചാൽ മതി, ധൃതിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു റിസൾട്ടിലേക്ക് എത്തണം കൺസിസ്റ്റൻ്റായിട്ട്. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കുറച്ചാൽ നിങ്ങളുടെ ശരീരത്തെ തന്നെ ബാധിക്കും. പതിയെ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. എന്നിട്ട് രാത്രിയിൽ ഒരു 8 to 9 രാത്രിത്തെ ഭക്ഷണം കഴിക്കുക. രാത്രി ഇതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ രാത്രി നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നാൽ ഉറങ്ങിപ്പോവും. ചിലപ്പം ജസ്റ്റ് ഒന്ന് ഫോൺ എന്തെങ്കിലും നോക്കി ഇരുന്നിട്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. 8 to 9 നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം ഒരു 1 മണിക്കൂർ നിങ്ങൾക്ക് വീട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടീസ് ഉള്ളവർ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കിയൊക്കെ വയ്ക്കുക. അത് അത്യാവശ്യമാണ് കേട്ടോ, കിച്ചൺ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ജോലികളുണ്ടാവില്ലേ, അതൊക്കെ എന്തെങ്കിലും അടുക്കി പറക്കി വെക്കാനുണ്ടോ അതൊക്കെ ചെയ്യുക. ആ 1 മണിക്കൂർ നിങ്ങളെ ജോലി ചെയ്യുക. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് ദഹിക്കും. ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും എന്തെങ്കിലും ജോലി ഉണ്ടാവില്ല ആർക്കും, പക്ഷേ ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കുകയെങ്കിലും ചെയ്യുക. എന്നിട്ട് 10 മണിയാകുമ്പോൾ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങണം, കൃത്യമായ ഉറക്കം ആവശ്യമാണ്. ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. ഇപ്പോൾ 10 മണിക്ക് കിടക്കുന്ന ഒരാൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും. നമ്മൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടവരൊക്കെയാണ്. 4 മണി എന്നൊക്കെ പറയുന്നത് വളരെ നല്ല സമയമാണ്. നമ്മുടെ ആ ഒരു സാധനകൾക്ക് ഭയങ്കര പവർഫുള്ളായിട്ട് റിസൾട്ട് കിട്ടുന്ന ടൈമൊക്കെയാണ്. അപ്പോൾ 10 മണിക്ക് കിടന്ന് 4 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. പതിയെ ശ്രമിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക. ഇതാണ് ഇന്നത്തെ കണ്ടൻറ്റ്. ഓക്കെ ഡിയേഴ്സ്. പിന്നെ നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ മനസ്സിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കുക്ക് ചെയ്യുക. നിങ്ങൾ വേറെ ഒരു ചിന്തകളും ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് കുക്ക് ചെയ്യരുത്. അതാണ് ഈ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്.
അത്രയും പ്യുവർ മൈൻഡോട് കൂടി നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്താൽ ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറയണ്ട, മനസ്സിൽ പറയുന്നതിനാണ് പവർ കൂടുതൽ. നമ്മുടെ വായ കൊണ്ട് പറയുന്നേക്കാളും മനസ്സിൽ പറയുന്നതിനാണ് പവർ കൂടുതൽ. നമ്മുടെ ചിന്തകൾക്ക് പവറില്ലേ, അതിനേക്കാളുമാണ് നമ്മുടെ മനസ്സിൽ മന്ത്ര ചാൻറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, മനസ്സിലിങ്ങനെ നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഏകാഗ്രമായി നിന്നുകൊണ്ട് മറ്റുള്ളൊരു കാര്യത്തിൽ ഇടപെടാതെ നിന്നുകൊണ്ട് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിച്ചു നോക്കൂ. ആ ഭക്ഷണത്തിന് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ആത്മാവിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഓറയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കില്ല. പ്രൊട്ടക്റ്റ് ചെയ്തോളും ഭഗവാൻ. ഓക്കെ, അപ്പോൾ മറ്റൊരാളാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കൂ. പറ്റുന്ന ദിവസങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാൻ പറ്റും ആ ഭക്ഷണത്തിൻ്റെ സ്വാദ്, ആ ഭക്ഷണം നമുക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണെന്ന്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കൂ, അറിയാൻ പറ്റും. ഓക്കെ, അത് ഇന്നത്തെ ഒരു ടിപ്പാണ്. ഓരോ ദിവസം ഓരോ ടിപ്സ് ഞാൻ തരാറില്ല, അതുപോലെ ഒരു ടിപ്പ്. പിന്നെ എല്ലാവരും ഈ ഹെൽത്ത് ചലഞ്ച് ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ മെസ്സേജ് ഇടുക. ഹെൽത്ത് ചലഞ്ച് എന്ന ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ പ്ലേസ്, എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കൺവീനിയൻറ്റ് ടൈം. ഓക്കെ, ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഹെൽത്ത് ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നോ, ഒരു ചലഞ്ച് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, കള്ളം പറയരുത്. ഓക്കെ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ കൃത്യമായി ചെയ്തവരെ മെൻഷൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡീറ്റെയിൽസ് അയയ്ക്കുക. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ കൂടി ഞാൻ ഹാപ്പിയാണ്. ഇതിൻ്റെ ഒരു സോൾ പർപ്പസിൻ്റെ ഭാഗമാണ്. അപ്പോൾ എത്രത്തോളം ഞാൻ ചെയ്യുന്നത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എൻ്റെ ഓരോ പ്രവൃത്തിയും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. ഓക്കെ, എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ നൽകുന്ന ഒരു ഹീലിംഗ് എനർജി, അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്ന് എനിക്കറിയണം. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എനിക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് 100%. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ ഡിയേഴ്സ്, എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.